ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ. പലപ്പോഴും ഒ പിയിൽ പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട്, അവരുടെ മെൻസസ് ഇറഗുലർ ആണ്, അതായത് ആർത്തവം ക്രമത്തിലല്ല, പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ PCOD ഇല്ലല്ലോ എന്നുള്ളത്. ആർത്തവത്തിൽ ക്രമക്കേട് ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് PCOD ഉണ്ടാവണം എന്നില്ല. പിന്നെ ഇതെങ്ങനെയാണ് തിരിച്ചറിയാം നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് അറിയാം? ഈ 3 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തേത് ആർത്തവത്തിലെ ക്രമക്കേട് തന്നെയാണ്. രണ്ടാമത്തത് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൻഡ്രോജൻ ലെവൽ കൂടുതലാണോ എന്ന് നോക്കാം. ഈ ആൻഡ്രോജൻ ലെവൽ കൂടുതലാവുമ്പോൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടുതലാവുക, രോമവളർച്ച കൂടുതലാവുക. ചില സ്ത്രീകളിൽ ഇവിടെയൊക്കെ രോമവളർച്ച അമിതമായിട്ടുണ്ടായിരിക്കും, താടി ഭാഗത്തുണ്ടായിരിക്കും, ബ്രസ്റ്റിലോ അല്ലെങ്കിൽ അടിവയറിലൊക്കെ രോമവളർച്ച കൂടുതലാവുക. അതേപോലെ തന്നെ മുഖക്കുരു കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ഈ ആൻഡ്രോജൻ ലെവൽ കൂടുതലാണ്. മൂന്നാമത്തത് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ അണ്ഡാശയത്തിൽ പൂർണ്ണ വളർച്ച എത്താത്ത ഫോളിക്കിൾസ് ഒരു 10-ൽ കൂടുതലുണ്ടോ എന്ന് നോക്കുക. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD ആണ്. സോ നിങ്ങൾക്ക് മെൻസസ് ക്രമത്തിലല്ല എന്നുള്ളത് കൊണ്ട് മാത്രം PCOD ആവണമെന്നില്ല. മെൻസസ് ഇറഗുലർ ആവുന്നതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക്